അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പ് ഞാൻ കെ.ജി. മാരാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു സിദ്ധാന്തമുണ്ട്. അതൊരു സദാസത്യവാക്യം പോലെയാണ്. അതായത് ഒരു കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും കേഡർ പാർട്ടിയിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം രണ്ട് എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരാൾ മറ്റൊരു പാർട്ടിയിൽ മാതിരി BJP-കാരനാകുക എന്നുള്ളത് പ്രത്യേകമായിട്ട് സംഭവിച്ചു പോകുന്നൊരു കാര്യമല്ല. ആശയം നല്ലവണ്ണം പഠിച്ച് അതിനകത്തോട്ട് ഒരു അഫിനിറ്റി ഉണ്ടായി അതിന് വേണ്ടിയിട്ട് സമരം ചെയ്ത് അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ ഒരു രാത്രി കൊണ്ട് ഈ കോൺഗ്രസ്സുകാർ CPM ആയിട്ട് മാറുന്നത് പോലെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മാറ്റം, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലോട്ട് ഉള്ളൊരു മാറ്റം സാധ്യമല്ല. ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബാലൻ അന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, സന്ദീപ് വാര്യരെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടൊക്കെ. പക്ഷേ അദ്ദേഹം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ പോയത് കോൺഗ്രസ്സിലോട്ടാണ്. അപ്പം BJP വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് പോകേണ്ടിയിരുന്ന CPM-ലായിരുന്നു. എങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും അപകടം വരത്തില്ലായിരുന്നു. കാര്യം കേഡർ ടു കേഡർ പോയതാണ്. അപ്പോൾ ഈ കേഡറിൽ നിന്ന് നോൺ കേഡറിലോട്ട് പോയവരെല്ലാം തിരിച്ച് ഏതെങ്കിലും കേഡർ പാർട്ടിയിലോട്ട് പോകണം, അല്ലെങ്കിൽ അവർ നശിക്കണം എന്നുള്ളതാണ് സിദ്ധാന്തത്തിൻ്റെ വേറൊരു രീതി. അത് അദ്ദേഹം ഈ പറഞ്ഞിട്ട് ഏകദേശം ഒരു 40 വർഷമായെങ്കിലും അത് വളരെ ശരിയാണെന്ന് നമ്മൾ പല വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.